റേഷ്യൽ ലിസ്റ്റിൽ നിന്ന് മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് അർഹരല്ലാത്തവരെ പുറത്താക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 7120 കാർഡുകാരെയാണ് ഇതുവരെയും പുറത്താക്കിയിട്ടുള്ളത്. 3 മാസമായി തുടർച്ചയായിട്ട് റേഷൻ വാങ്ങാത്ത മുൻഗണനാ വിഭാഗത്തിൽ പെടുന്ന കാർഡുകാരെയാണ് ഇപ്പോൾ പുറത്താക്കിയിട്ടുള്ളത്. പകരം അർഹരായവരെ പരിഗണിക്കുകയും ചെയ്യുന്നതാണ്. പുറത്താക്കിയവർ എന്തുകൊണ്ടാണ് റേഷൻ വാങ്ങുന്നില്ല എന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ കാണിച്ചാൽ അവർക്ക് വീണ്ടും ഈ ഒരു മുൻഗണനാ വിഭാഗത്തിൽ തുടരാൻ കഴിയുന്നതാണ്. 2021 മെയ് മുതലാണ് അർഹരല്ലാത്തവരെ പുറത്താക്കി തുടങ്ങിയിട്ടുള്ളത്. ഇതുവഴി അർഹരായവർക്ക് മുൻഗണനാ വിഭാഗത്തിൽ വരാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ്. സിവിൽ സപ്ലൈ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ ഈ ഒരു വിവരങ്ങൾ ശേഖരിച്ച ശേഷമാണ് ഇതുപോലത്തെ പുറത്താക്കൽ പദ്ധതി നടപ്പിലാക്കി വന്നിട്ടുള്ളത്. സംസ്ഥാനത്ത് ഇതുവരെ 73,326 കാർഡുകാരാണ് ഇത്തരത്തിൽ പുറത്താക്കിയിട്ടുള്ളത്. മാത്രമല്ല അനർഹമായി മുൻഗണനാ കാർഡ് കയ്യിൽ വെച്ച് റേഷൻ വാങ്ങുന്നവർക്കെതിരെയും ശക്തമായ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ 1000 ചതുരശ്ര അടി മുകളിൽ വിസ്തീർണമുള്ള വീടുകൾ, അല്ലെങ്കിൽ സർക്കാർ, അർദ്ധ സർക്കാർ ജോലിക്കാർ, പെൻഷൻകാർ, അതായത് 25,000 രൂപയ്ക്ക് മുകളിൽ മാസവരുമാനമുള്ളവർ, വിദേശത്ത് ജോലിയുള്ളവർ, 1 ഏക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ, ആദായ നികുതി അടയ്ക്കുന്നവർ തുടങ്ങിയ മുൻഗണനാ വിഭാഗത്തിൽ വരുന്നതല്ല. അപ്പം അതുപോലെ അങ്ങനെയുള്ളവരൊക്കെ ആ ഒരു വിഭാഗത്തിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് BPL റേഷൻ കാർഡുകളിലേക്ക് അപേക്ഷ സമർപ്പിച്ച APL റേഷൻ കാർഡ് ഉടമകളെ BPL കാർഡിലേക്ക് മാറ്റുകയാണ്. അതുപോലെ ഒഴിവ് വരുന്ന BPL ലിസ്റ്റിലേക്കും മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചവരെ അവരുടെ അർഹത അനുസരിച്ചും പ്രവേശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ വരും മാസങ്ങളിലും സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ ഇവർക്കും ലഭ്യമാക്കുകയാണ്. അപ്പോൾ അർഹരല്ലാത്തവരെയൊക്കെ ആ ഒരു മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് മാറ്റുകയും അർഹരായിട്ടുള്ളവരെ അതിലോട്ട് കൊണ്ടുവരികയാണ് ഇപ്പോൾ പുതിയ രീതിയിൽ ഈ ഒരു നിയമത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. എന്തുകൊണ്ട് ഇത് മറ്റുള്ളവർക്ക് എന്തായാലും ഉപകാരമായിട്ടുള്ളൊരു കാര്യം കൂടി തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ആരും ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ ഇതുപോലത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.